ക്രിസ്ത്യാനിറ്റി നിർത്തി വടക്കേണ്ടേക്ക് വേണ്ടി ഒരു വലിയ സമർപ്പണത്തിന്റെ ഒരു അവസരം ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്നു. കർത്താവിന്റെ വലിയൊരു ദാസൻ ക്യാപ്റ്റൻ A.M. ശാമുവൽ 1978 ഇവിടെ നടന്നതായ ജനറൽ കൺവെൻഷനിൽ ശക്തമായ ഒരു സുവിശേഷ ആഹ്വാനം ചെയ്തപ്പോൾ അദ്ദേഹം ഇതേ ചോദ്യം ചോദിച്ചു. അന്ന് ഞങ്ങള് ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി എനിക്ക് എൻ്റെ സ്വന്തം സഭയായിരിക്കുന്ന IPC വടശ്ശേരിക്കര ചർച്ചിന്റെ പാസ്റ്ററായിട്ട് അന്നത്തെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ VT ജോസഫ് അവറുകള് എനിക്ക് ലെറ്റർ തന്നു. ഞാൻ കേരളത്തിൽ പഠിച്ചതിന് ശേഷമായി കേരളത്തിലുള്ളതായ എൻ്റെ സ്വന്തം മാതൃസഭയിൽ ശുശ്രൂഷകനായിട്ട് എന്നെ അവിടത്തേക്കുള്ള ലെറ്റർ ലഭിച്ച് ചാർജ് എടുക്കുവാൻ തക്കവണ്ണമൊക്കെ താല്പര്യപ്പെട്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് നോർത്ത് ഇന്ത്യയിലേക്കുള്ളതായ മിഷൻ ചലഞ്ച് കർത്താവിന്റെ ദാസന് ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അന്ന് ഹെബ്രോൻ ബൈബിൾ കോളേജ്, മല്ലപ്പള്ളി സിയർ ബൈബിൾ കോളേജ്, ശാലം വടവാതൂർ ബൈബിൾ കോളേജ്, ഈ പ്രധാനപ്പെട്ടതായ 2-3 ബൈബിൾ കോളേജുകളായിരുന്നു അന്നത്തെ സമയത്തുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ 3 ബൈബിൾ കോളേജുകളിൽ നിന്നും പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തതായ 50-ലധികം സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ്സ് ആ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, ഞാൻ മധ്യഭാഗത്തായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ആ മിഷൻ ചലഞ്ച് അദ്ദേഹം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവസാനമായിട്ട് പറഞ്ഞു, സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക് കടന്നു പോകാൻ കൊണ്ട് താല്പര്യപ്പെടുന്ന ഏതെങ്കിലും സഹോദരന്മാര് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. എനിക്കറിയത്തില്ല, ആരോ ഒരു ശക്തി എന്റെ തോളിൽ തട്ടിയിട്ട് എഴുന്നേൽക്കാനായിട്ട് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നു. ദൈവത്തിന്റെ വലിയ കൃപയാൽ അതെന്റെ ഒരു സമർപ്പണമായിരുന്നു. കഴിഞ്ഞ 44 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും കാണാതെ, ഭാഷയോ യാതൊരുവിധമായ കാര്യങ്ങളും അറിയാതെ, ഇവിടെ നിന്നും ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റമായിരിക്കുന്ന കാശ്മീരിലേക്ക് കർത്താവിന്റെ പ്രവർത്തനവുമായി കടന്നു പോകാത്തപ്പോഴും കർത്താവ് ഭാഗ്യം നൽകി തന്നു. സാക്ഷ്യവാദ്യങ്ങൾ ഒത്തിരിയുണ്ട്. ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകാത്തപ്പോഴും ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ദൈവജനത്തിൽ നിന്നും ഒരു ചെറിയ ആലോചന പറഞ്ഞ് ഇരിപ്പാൻ കൊണ്ട് താല്പര്യപ്പെടുന്നു. 1979 മുതൽ 83 വരെ കർത്താവദാസൻ PA ജോർജ് ഒക്കെ ആ കാലങ്ങളിൽ ആ ഭാഗങ്ങളിലൊക്കെ കർത്താവിന്റെ വേലയിലായിരിക്കും ദേവദാസന് ഇവിടെ ഈ മഞ്ചിയിലെ സ്റ്റേറ്റിൽ ഇരിപ്പുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1983 ദൈവം പ്രത്യേകമായ ഒരു ദർശനം നൽകി തന്നു. കാശ്മീരിലെ പ്രവർത്തനം ഏറെക്കുറെ 4 വർഷത്തെ പ്രവർത്തനം അവിടെ നടത്തിയതിന്റെ ഫലമായി അനേക തദ്ദേശവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അതേ ദൈവത്തെ കൊണ്ടുവരുവാനും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഭ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഏറ്റവും ബോർഡറായിരിക്കുന്ന പൂച്ച് എന്ന് പറയുന്നതായ പ്രദേശത്ത് സ്ഥാപിക്കുവാനും 100-ലധികം ആളുകളെ അക്കാലത്ത് അവിടെയുള്ളവരെ സ്നാനപ്പെടുത്തി ഒരു സഭ സ്ഥാപിക്കുവാനും കർത്താവ് ഭാഗ്യം നൽകി തന്നു. അനേക ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, അനേക ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നുപോയിട്ടുണ്ട്, ഉപദ്രവം സഹിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ ദൈവം ബലവും ശക്തിയും നൽകി തന്നു. വീട് കൊണ്ട് വാടക കൊടുക്കാനില്ലാതെ, ഭക്ഷിപ്പാൻ ഭക്ഷണമില്ലാതെ, അതിഭയങ്കരമായിട്ടുള്ള ശൈത്യത്തില് വേണ്ടതുപോലുള്ള കമ്പിളി വസ്ത്രങ്ങളില്ലാതെ കഷ്ടപ്പെട്ട് കർത്താവിന് വേല ചെയ്ത് ഒരു സഭ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആലോചന ഉണ്ടായി. ഈ പ്രദേശത്തെ പ്രവർത്തനം വേറൊള്ള ഏൽപ്പിച്ചതിന് ശേഷമായി അടുത്ത സംസ്ഥാനമായിരിക്കുന്നതായ പഞ്ചാബിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഒരു സഭയിൽ നിന്ന്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്ന് ട്രാൻസ്ഫറിന്റെ ഓർഡർ വാങ്ങിച്ച് കോഴിക്കോട്ടോ അല്ലെങ്കിൽ ചെങ്ങന്നൂരോ അല്ലെങ്കിൽ കോട്ടയത്തോ പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു സ്ഥലത്ത് സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത സ്ഥലത്ത് പോയി ഭാഷ പഠിച്ച് അവിടെ വേല ചെയ്ത് സഭ സ്ഥാപിച്ചതിന് ശേഷമായിട്ട് അടുത്ത ഒരു സ്റ്റേറ്റിൽ വേറൊരു ഭാഷ സംസാരിക്കുന്ന ഇടത്ത് സഭയില്ലാത്ത ഒരിടത്തേക്ക് കർത്താവിന്റെ വേലയിൽ പോകുന്ന ചരിത്രമാണ് പറയുന്നത്. 44 വർഷമായി വേറൊരാൾ അധ്വാനിച്ചതായ ഒരു സഭയിൽ ഇരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ 100 കണക്കിന് സഭകൾ സ്ഥാപിക്കുവാനും തദ്ദേശവാസികളായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തനം ലക്ഷ്യപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ ദാസന്മാർ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ശക്തന്മാരായ
ദേവദാസന്മാരുടെ ഇരിപ്പുണ്ട്. അവരോട് ചേർന്ന് കർത്താവിന്റെ സ്തോത്രം എനിക്കും പറയുവാൻ പോലെയും വിശ്വാസത്തോടുകൂടി നാം ഒരു കാലം മുൻപോട്ട് വെച്ചാൽ ഹല്ലേലൂയ, ദൈവമായ കർത്താവ് നമ്മളെ നമ്മളോട് കൂടെ നിന്ന് നമ്മളെ 2 അടി മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടും അവൻ ശക്തനാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. സഹോദരന്മാരെ, സഹോദരന്മാർക്ക് മാത്രമല്ല, സഹോദരന്മാരെ, ചെറുപ്പക്കാരായിരിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കർത്താവിന്റെ വേലയിൽ നോർത്ത് ഇന്ത്യയിൽ വിവിധ രീതികളിൽ പ്രവർത്തിപ്പാൻ കൊണ്ടും സാവകാശമുണ്ട്. കേരളത്തിൽ സുവിശേഷം ആവശ്യമുണ്ട്. എങ്കിൽ തന്നെയും ആവശ്യത്തിന് വേലക്കാരുമുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷണറി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതായ ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞ്, തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം പറഞ്ഞിട്ടില്ലാത്തതായ ഗ്രാമപ്രദേശങ്ങളിൽ, പർവ്വത പ്രദേശങ്ങളിൽ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് വാർത്തക്കൊള്ളും നിങ്ങൾ എല്ലാവരും താല്പര്യത്തോടുകൂടി ഇരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ദൈവിക ആലോചന നിങ്ങളുടെ മുമ്പിൽ വാർത്തക്കൊണ്ട് താല്പര്യപ്പെടുന്നു. അത് മത്തായിയുടെ